സഹൃദയരെ, എൻ്റെ കൊട്ടാര വിപ്ലവം എന്ന കഥാസമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ച പ്രധാനപ്പെട്ട കഥ കൊട്ടാര വിപ്ലവം അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കൊട്ടാര വിപ്ലവം. വിപ്ലവം ജയിക്കട്ടെ, വിപ്ലവം ജയിക്കട്ടെ, വിപ്ലവം ജയിക്കട്ടെ എന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിച്ച ശേഷം അവർ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. രാജാവിന്റെ ദാസന്മാരെ കൊന്നൊടുക്കിയ ശേഷം നേതാക്കന്മാർക്ക് വഴിയൊരുക്കി നിൽക്കുന്ന അണികളുടെ ആരവങ്ങളുടെ ഇടയിലൂടെ നടന്നാണ് അവർ കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിച്ചത്. കൊട്ടാരത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന വിപ്ലവം സ്വപ്നം കണ്ട് കൂലിക്കാരുടെയും പാവപ്പെട്ടവരുടെയും രാജ്യം വരുമെന്ന് സ്വപ്നം കണ്ട് അണികൾ ആവേശത്തോടെ കാത്തു. കൊട്ടാരത്തിനുള്ളിൽ നേതാക്കന്മാർ രാജാവിനെ അന്വേഷിച്ചു പിടിച്ചു. അനന്തരം രാജാവിന്റെ ശിരസ് ഛേദിച്ചു. ശിരസില്ലാത്ത ഉടലിൽ അവർ മതിവരാതെ വീണ്ടും വീണ്ടും വെട്ടി. ഭയന്ന് വിറച്ച് ഒന്ന് മിണ്ടാൻ പോലും കഴിയാതെ നിന്ന രാജപത്നിയെയും മകളെയും നിലവറയ്ക്കുള്ളിൽ വെച്ച് നേതാക്കന്മാർ മാറി മാറി ഭോഗിച്ചു. അതിനിടയിൽ ജീവൻ പിടിഞ്ഞ അവരുടെ ശരീരത്തെ വെട്ടിനുറുക്കി. ഉന്മാദത്തോടെ അവർ ആർത്തട്ടഹസിച്ചു. നിലവറയ്ക്കുള്ളിൽ കണ്ട സമ്പത്ത് അവരെ ഭ്രാന്തന്മാരാക്കിയതുപോലെ രാജാവ് കാലങ്ങളായി ഉപേക്ഷിച്ച സിംഹാസനങ്ങൾ അവർ ഓരോരുത്തരായി മത്സരിച്ച് സ്വന്തമാക്കി. പുറത്ത് കാത്തുനിന്ന അണികൾ പിന്നെ കണ്ടത് മട്ടുപ്പാവിൽ അവരെ കൈവീശി നിൽക്കുന്ന 14 രാജാക്കന്മാരെയാണ്. കിരീടം വെച്ച 14 പേർ. അവരിൽ നിന്ന് വളരെ ഉയരെ, വളരെ വളരെ ഉയരെ, അങ്ങ് ഉയരത്ത് മട്ടുപ്പാവ്. വിപ്ലവം നീണാൾ വാഴട്ടെ.